സമഗ്ര ശിക്ഷ കേരളയുടെ സ്ട്രീം പ്രോജക്റ്റിന്റെ ഭാഗമായി കൂൺകൃഷി പരിപാലനവും വിപണനവും എന്ന പ്രോജക്റ്റ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 8 ഹൈസ്കൂളുകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 30 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടമായി ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പരിശീലന ക്ലാസും കൂൺകൃഷി ബോധവൽക്കരണ ക്ലാസും നടത്തി. പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം കൃഷി വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി മുരളീധരൻ നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ സ്ട്രീം പ്രൊജക്ടിന്റെ ഭാഗമായി കൂൺകൃഷി പരിശീലനവും വിപണനവും എന്ന പ്രൊജക്ട് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സബ് ജില്ലയിലെ 8 ഹൈസ്കൂളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 30 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടമായി കൃഷി വിജ്ഞാന കേന്ദ്രം ആലപ്പുഴയിൽ പരിശീലന ക്ലാസും കൂൺ കൃഷി ചെയ്യുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ പ്രവർത്തനത്തിലൂടെ പരിചയപ്പെടുത്തുന്ന ക്ലാസും സംഘടിപ്പിച്ചു. പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം കൃഷി വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി മുരളീധരൻ നിർവഹിച്ചു. കുട്ടികളെ ടീച്ചേഴ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഇവിടെ വന്നിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഞങ്ങളൊരു തീരുമാനമെടുത്ത് ഞങ്ങൾ വിസിറ്റിന് ഫീസ് ഏർപ്പെടുത്തി. അങ്ങനെയാണ് വിസിറ്റിന് ഫീസ് ഏർപ്പെടുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ചെറിയ ഫീസാണ്, പക്ഷെ എന്നാലും സീരിയസ് ആയിട്ട് താല്പര്യമുള്ളവർ മാത്രം വന്ന് ഡിസിപ്ലിനായിട്ട് കാര്യങ്ങൾ കാണുകയെന്നുള്ളൂ. ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ലൈനായിട്ട് നടക്കണമെന്നോ ലെഫ്റ്റ് റൈറ്റ് അടിക്കണമെന്നോ അല്ല ഡിസിപ്ലിൻ്റെ അർത്ഥം. ഡിസിപ്ലിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അച്ചടക്കമുള്ള പൗരൻ എന്ന രീതിയിൽ രാജ്യത്തിലെ പൗരൻ എന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമോ അങ്ങനെ പെരുമാറണം. അത്രയുള്ളൂ അല്ലേ? നമ്മൾ വീട്ടിൽ പെരുമാറുന്ന പോലെയാണോ സ്കൂളിൽ? അല്ലല്ലോ. സ്കൂളിലത്തെ പോലെയാണോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ പെരുമാറുന്നത്? അല്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മൾ കാണിക്കുന്ന പോലെയല്ല നമ്മുടെ കളിസ്ഥലത്ത് പോയാൽ നമ്മുടെ കുട്ടികളോട് വരാം. നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത് അല്ലേ? അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു മറ്റൊരു സ്ഥാപനം സന്ദർശിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ കൂടി വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തിനാണോ വിളിച്ചുകൊണ്ട് പോകുന്നത് ആ ഒരു പർപ്പസ് അല്ലെ, അതെന്താണെന്ന് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ. നിങ്ങൾക്ക് എത്ര 9ാം ക്ലാസ് കുട്ടികളാണ്? ഓക്കെ, ഞാൻ കുറച്ചുകൂടെ വലിയ കുട്ടികളാണെന്ന് നമുക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ സീരിയസ്നെസ്, ഒരേ സമയം സീരിയസ്നെസ് ഉണ്ടാവും, അതേസമയം അവർക്കായിരിക്കും കൂടുതൽ ഉഴപ്പും കളിയും. പ്രത്യേകിച്ച് ഇവിടെ VHSC കുട്ടികളൊക്കെയാണ് കൂടുതലും വരുന്നത്. ഞാനൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് പറഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ ലേഖാനൊരു ഞാൻ കുട്ടികൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുട്ടികളോട് സംസാരിക്കാൻ അവർക്ക് കുറച്ച് എൻഗേജ്മെന്റ് 10 മിനിറ്റ് സമയം ഞാൻ സ്കൂളിന്റെ ക്ലാസ്സുകളൊക്കെ ലേഖയാണ് എടുക്കുക. തുടർന്ന് പരിശീലന ക്ലാസുകൾ നടന്നു. കൃഷി സംരംഭങ്ങളെ പ്രോഗ്രാം അസിസ്റ്റന്റ് PV ബിജില പരിചയപ്പെടുത്തി. പരിശീലന ക്ലാസുമായി ബന്ധപ്പെട്ട പഠനയാത്രയ്ക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ രാജി, ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ K ഹരികുമാർ, രമ്യ, ബേബി എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.